യാത്രിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ലളിതകലാ അക്കാദമിയിൽ സംഘടിപ്പിച്ച ത്രിദിന ഫോട്ടോ പ്രദർശനം യാത്രികം ശ്രദ്ധേയമാകുന്നു. യാത്രകളിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളും ചാരുതയും അപൂർവതയുമാർന്ന ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ക്യാമറയിൽ ഒപ്പിയെടുത്ത മിഴിവും മികവുമേറിയ 300ഓളം ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. സഞ്ചാരപ്രിയരുടെ കൂട്ടായ്മയായ യാത്ര സംഘടിപ്പിച്ച മൊബൈൽ ഫോണിലെടുത്ത യാത്രാ ഫോട്ടോ മത്സരത്തിലെ തിരഞ്ഞെടുത്ത 163 പേരുടെ ഫോട്ടോകളാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിലുള്ളത്. ഒരു യാത്രികരുടെ കൂട്ടായ്മ, ഇതൊരു ട്രാവൽസോ ഒന്നുമല്ല. വളരെ കുറഞ്ഞ നിരക്കിൽ 3 ആംഗിളിൽ നമ്മൾ യാത്ര ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കേരളം സുന്ദര കേരളം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൻ്റെ പല പദ്ധതിയും പല ജില്ലകളും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ ചെയ്തു. വിശ്രമ ജീവിതം തുടങ്ങേണ്ട നാളുകൾ യാത്രകൾക്കായി മാറ്റിവെച്ച് മാനസികോല്ലാസം കണ്ടെത്തുന്ന ഒരു സംഘം ആളുകളുടേതായ യാത്രാ കൂട്ടായ്മയിൽ 2000 പേർ അംഗങ്ങളായുണ്ട്. 2022 ഒത്തൊരുമിച്ചുള്ള ആദ്യ യാത്ര. തുടർന്ന് ഇന്ത്യക്കകത്തും പുറത്തുമായി 37 യാത്രകൾ. ഓരോ യാത്രയും ഓരോ അനുഭവമായിരുന്നു. യാത്രയിൽ സഹയാത്രികർ തന്നെയാണ് ഇവരുടെ കുടുംബം. സ്ത്രീകൾക്ക് ഭൂരിപക്ഷമുള്ള ഈ യാത്രാ കൂട്ടായ്മയിൽ കൂടുതൽ പേരും തൃശ്ശൂർ സ്വദേശികളാണ്. 13ാമത്തെ യാത്ര മുതലാണ് ഞാൻ ഈ യാത്രയിൽ ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഏകദേശം 23ഓളം യാത്രകൾ ഞാൻ ഈ യാത്രയോടൊപ്പം പിന്നിട്ടു. ഈ ഓരോ യാത്രയിലും ഓരോ ആളുകളും അനുഭവിക്കുന്ന ആ സൗഹൃദത്തിൻ്റെ മനോഹാരിതയും കൂട്ടുകുടുംബത്തിൻ്റെ പോലെയുള്ള ഒരു ശക്തിയും ആ ബലവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ ഈ ഫോട്ടോ പ്രദർശനവും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നാം കാണുന്നത്. ഫോട്ടോ പ്രദർശനം നല്ലൊരു വിജയമായിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഏകദേശം 300ഓളം ഫോട്ടോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോ നാടിൻ്റെയും പാരമ്പര്യവും പ്രകൃതി ഭംഗിയും സംസ്കാരവും വിളിച്ചോതുന്ന ചിത്രങ്ങൾ പ്രദർശനത്തിന് മനോഹാരിത പകരുന്നു. ഫോട്ടോ പ്രദർശനത്തോടൊപ്പം യാത്രികരുടെ സംഗമവും കലാമേളയും ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. TCV തൃശ്ശൂർ.